നമസ്കാരം. വാൽമീകി മാമുനിയെ നാം പരിചയപ്പെട്ടതുപോലെ തന്നെ നാരദ മാമുനിയെയും നാം പരിചയപ്പെടേണ്ടതുണ്ട്. നാരദൻ എന്ന വാക്കിന് നാരദ മാമുനിയുടെ സർവ്വഗുണഗണങ്ങളും ആ നാമത്തിന്റെ ഉള്ളിലുണ്ട്. നാരദൻ എന്നാൽ നാരം പരമാത്മവിഷയകം ജ്ഞാനം ദദാതീതി നാരദ. ഒരു അറിവിന്റെ ഉയർന്ന ശിഖരം കീഴടക്കിയവനെയാണ് നാരദൻ എന്ന് പറയുന്നത്. നാരദൻ അറിയാത്ത ഒരു വിഷയവും ലോകത്തിലില്ല. അതുകൊണ്ട് തന്നെ നാരദൻ തപസ്വാധ്യായ നിരതനാണ്. നാരദൻ വാഗ്വിതാംബരനാണ്. നാരദൻ വാക്യകോവിതനാണ്, വാക്യവിശാരദനാണ്, വാക്യജ്ഞനാണ് നാരദൻ. ഒന്നാന്തരം ഒരു ഗുരുനാഥനാണ് നാരദൻ. ആ നാരദൻ സംഗീതകലയുടെ സാമ്രാട്ടാണ്. പഠിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, പഠിപ്പിക്കാനും അറിയുന്നവനാണ് നാരദൻ. സനത്കുമാര ശിഷ്യനാണ് നാരദൻ. സകലകലാ വല്ലഭനാണ് നാരദൻ. ആത്മജ്ഞാനം ഒരു നരന് പ്രദാനം ചെയ്ത് ആ നരനെ നാരായണനാക്കി മാറ്റാൻ പറ്റുന്ന ഒന്നാന്തരം ഒരു ഗുരുനാഥനാണ് നാരദൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ മുനിമാരിൽ ഉത്തുംഗ ശൃംഗത്തിലുള്ള ഈ മാമുനിയാണ് വാൽമീകി രാമായണത്തിൽ വാൽമീകിക്ക് ഗുരുനാഥനായി വന്നു ചേരുന്നത്. ആ നാരദനായിരിക്കണം നമ്മുടെ മനസ്സിൽ. നാരദനിലൂടെ നമുക്ക് ധാരാളം വേദമന്ത്രങ്ങൾ ലഭ്യമാണ്, ഉപനിഷത്തുക്കൾ ലഭ്യമാണ്. നിരവധി മന്ത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ആ മഹാമുനി ഒരിക്കലും ആ മാമുനിയെ നമ്മൾ കലഹക്കാരനും തമ്മിൽ തല്ലിക്കുന്നവനും ഇവിടെ നടക്കുന്നത് അവിടെ പോയി പറയുന്നവനും ഒക്കെയായി മാമുനിയുടെ നാമത്തെ നമ്മൾ ഒരിക്കലും കളിയാക്കപ്പെടുന്ന രീതി ഉണ്ടാകരുത്. അതിന് നാരദൻ എന്ന ഈ നാമത്തിന്റെ അർത്ഥവും വ്യാപ്തിയും അതിന്റെ അഗാധതയും അപാരതയും അത്ഭുതവുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നാരദ മാമുനിയെ നമുക്ക് ഗുരുനാഥനായി അംഗീകരിക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.